ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 159 ആദ്യത്തെ 6 പ്രോബ്ലംസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ ലെങ്ത് ഓഫ് 2 സൈഡ്സ് ഓവർ സം റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പോൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 2 സൈഡ് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സൈഡ്സ് ഏതൊക്കെയാണ്? 6 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 8 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. സ്ക്വയർ ഓഫ്, അപ്പം വലിയ സൈഡിന് നമ്മൾ ഹൈപ്പോറ്റന്യൂസ് എന്നാണ് പറയുക. സ്ക്വയർ ഓഫ് ദ ഹൈപ്പോ എത്രയാണ്? സ്ക്വയർ ഓഫ് ദ ഹൈപ്പോറ്റന്യൂസ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന 2 സൈഡ്സിൻ്റെയും സ്ക്വയർ കാണാം. അപ്പം 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 36 ആണ്. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. അപ്പോൾ 36 പ്ലസ് 64 എന്ന് പറയുന്നത് 100 ആണ്. അപ്പം h ഈക്വൽ ടു എത്രയാണ്? റൂട്ട് ഓഫ് 100. റൂട്ട് ഓഫ് 100 എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്? 9 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 12 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക. സ്ക്വയർ ഓഫ് ഹൈപ്പോ എത്രയാണ്? സ്ക്വയർ ഓഫ് ഹൈപ്പോറ്റന്യൂസ് എത്രയാണ്? നമ്മൾ ഇതിൻ്റെ 2ൻ്റെ സ്ക്വയർ കാണണം അല്ലേ? അപ്പോൾ നമുക്ക് 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ന് എഴുതാം. 9 സ്ക്വയർ അതായത് 9 × 9 എന്ന് പറയുന്നത് 81 ആണ്. 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ 81 പ്ലസ് 144 നമുക്ക് കിട്ടുക എത്രയാണ്? 225 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈപ്പോ എത്രയായിരിക്കും കിട്ടുക? റൂട്ട് ഓഫ് 225 ദാറ്റ് ഈസ് 15. 15 × 15 ആണ് 225. 15 സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യന് എത്രയാണ്? തേർഡ് ക്വസ്റ്റ്യന് സൈഡ്സ് തന്നിരിക്കുന്നത് 7 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 24 സെൻറ്റിമീറ്ററും ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തെഴുതാം? സ്ക്വയർ ഓഫ് ഹൈപ്പോറ്റന്യൂസ് എത്രയാണ്? ഈക്വൽ ടു 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ. ഓക്കെ, 7 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 7 സ്ക്വയർ നമുക്കറിയാം 7 × 7 49 ആണ്. 24 സ്ക്വയർ എന്ന് പറയുന്നത് 24 × 24 ദാറ്റ് ഈസ് 576 ആണ്. അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണ്? 625 ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോ എത്രയാണ്? റൂട്ട് ഓഫ് 625. റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. 25 × 25 ആണ് 625. അപ്പോൾ 25 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? പെർപെൻഡിക്കുലർ സൈഡ്സ് 14 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 48 സെൻറ്റിമീറ്ററും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയർ കണ്ടു നോക്കാം. സ്ക്വയർ ഓഫ് ഹൈപ്പോറ്റന്യൂസ് എത്രയാണ്? എന്താ ചെയ്യേണ്ടത്? നമ്മൾ 14 സ്ക്വയർ പ്ലസ് 48 സ്ക്വയർ കാണണം. 14 സ്ക്വയർ എന്ന് പറയുന്നത് 14 × 14 ദാറ്റ് ഈസ് 196. ഇനി 48 എന്ന് പറയുന്നത് 48 × 48 അതായത് 2304. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 2500 ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോ ഈക്വൽ ടു എന്തായിരിക്കും? ഹൈപ്പോറ്റന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2500. 2500 റൂട്ട് എന്തായിരിക്കും? 50 സെൻറ്റിമീറ്റർ. സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 15 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഹൈപ്പോ തന്നിട്ടുണ്ട്. ഹൈപ്പോ എത്രയാണ്? 17 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 17 സെൻറ്റിമീറ്റർ ആണ്. അനദർ സൈഡ് തന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? സ്ക്വയർ ഓഫ് തേർഡ് സൈഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഏറ്റവും ലെങ്ത് ഉള്ള വശമാണ് ഹൈപ്പോ അല്ലേ? ഹൈപ്പോറ്റന്യൂസ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇനി മൈനസ് ചെയ്യാണ് വേണ്ടത്. സ്ക്വയർ ഓഫ് ദി തേർഡ് സൈഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് 17 - 15 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 17 × 17 എന്ന് പറയുന്നത് 289 ആണ്. 15 × 15 എന്ന് പറയുന്നത് 225 ആണ്. ഓക്കെ,
അപ്പോൾ 289 225 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 64 ആണ്. ഇനി തേർഡ് സൈഡ് എന്ന് പറയുമ്പം അപ്പോൾ എത്രയായിരിക്കും? √64 ദാറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ഹൈപ്പോ തന്നിരിക്കുന്നത് എത്രയാണ്? 34 സെൻറ്റിമീറ്റർ ആണ്, 34 സെൻറ്റിമീറ്ററും അനദർ സൈഡ് തന്നിരിക്കുന്നത് 30 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഹൈപ്പോട്ടേനിയസ് എന്നാൽ നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സ്ക്വയർ ഓഫ് തേർഡ് സൈഡ്, സ്ക്വയർ ഓഫ് തേർഡ് സൈഡ് എത്രയാണ്? 34 സ്ക്വയർ മൈനസ് 30 സ്ക്വയർ. 34 സ്ക്വയർ എന്ന് പറയുന്നത് 34 × 34, അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് 1156 ആണ് കിട്ടുക. 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 × 30, അത് നമുക്ക് 900 ആണ് കിട്ടുക. അപ്പോൾ 1156 എന്ന് 900 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 256 കിട്ടും. ഇനി നമ്മൾ തേർഡ് സൈഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ റൂട്ട് കാണാം. 256 എത്രയാണ്? 16 × 16 ആണ് 256 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ തേർഡ് സൈഡ് എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്കിതിൽ ഒരു 3 പ്രോബ്ലംസും കൂടി ചെയ്യാണ്ട് 2, 3, 4 അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക്